ഞങ്ങൾ ഉപ്പളയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പരിപാടി മാത്രമായിരുന്നു. ഈ തുരൂരിലെത്തിയപ്പോൾ ഇതൊരു വലിയ ബഹുജന പ്രവാഹമായി ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുന്നു. ആ ജനകീയ മുന്നേറ്റത്തിന്റെ കുറ്റഴക്കിൽ, മനുഷ്യ മഹാസമുദ്രത്തിന്റെ കുറ്റഴക്കിൽ ഇവിടുത്തെ UDF ഒലിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ നാട്ടിൽ 57 മുതൽ ഗവൺമെൻറ്റുകൾ രൂപം കൊണ്ടതാണ്. ഐക്യ കേരളം രൂപം കൊണ്ട അന്ന് മുതൽ 1957 സഖാവ് നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ്റിന് 5 വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ചില ഗവൺമെൻറ്റുകൾ ഭരിച്ചാലും തുടർ ഭരണം ലഭിച്ചില്ല. മാറി മാറി ഒന്നരാടൻ ഗവൺമെൻറ്റുകളെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മൾ നടത്തിയത്. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, വിരോധമില്ല. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു അപകടം എന്താ? ഒരു ഗവൺമെൻറ്, ഒരു മുന്നണി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച പരിപാടികൾ പരിശോധിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും കുറേ നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടാകും. അടുത്ത ഗവൺമെൻറ് വരും. അപ്പോൾ മറ്റവരുടേത് അവിടെ കിടക്കും, പുതിയ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാകും. അതുകൊണ്ടുണ്ടായ ഒരു അപകടം എന്താ? നമ്മുടെ നാടിൻ്റെ വികസന മുന്നേറ്റം ഉദ്ദേശിച്ച പോലെ നടക്കാതെ തടസ്സപ്പെട്ടു. അതുമാത്രമാണോ? ഒട്ടനവധി പരാധീനതകളുണ്ടായി. ബ്യൂറോക്രസിയുടെ നിയന്ത്രണവും കടന്നുകയറ്റവും ചുവപ്പ് നാടയുടെ നടപടിക്രമങ്ങളുമായി ഭരണരംഗത്ത് സുതാര്യതയില്ലാതെ വന്നതിൻ്റെ ഫലമായി സാധാരണ ജനങ്ങൾക്ക് ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രയോജനം ലഭിക്കാതെ പോയി. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിലാണ് കുറേ ആളുകൾ കൂടിയിരുന്ന് നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ, നമുക്കൊരു പരിവർത്തനം വേണ്ടേ, ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകണ്ടേ, രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് പിണറായി സർക്കാരും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും രാജ്യത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രമുഖരുമായിരുന്നു ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ചത്. കാലത്തിൻ്റെ മുൻപേ നടക്കാൻ കഴിയാതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ? ഇന്ന് ലോകം ഒരു കമ്പോളമായി മാറിയിരിക്കുന്നു. ആ കമ്പോള വ്യവസ്ഥയിൽ അപകടങ്ങളുണ്ട്, പ്രയോജനങ്ങളുണ്ട്. അപകടങ്ങളെ പ്രതിരോധിക്കാനും പ്രയോജനങ്ങളെ നമുക്ക് അനുകൂലമാക്കാനും കഴിയുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതാരാ? അത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ആ ഭരണകൂടത്തിൻ്റെ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോകണം. ഇന്ന് ടെക്നോളജി വലിയ തോതിൽ വികസിച്ചിരിക്കുന്നു. ആ ടെക്നോളജിയുടെ വളർച്ച നമുക്കൊക്കെ ആലോചിക്കാൻ കഴിയുമോ? പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അവസ്ഥയാണോ ഇന്നത്തെ അവസ്ഥ? ഇന്ന് കൊച്ചു കുട്ടികൾ പോലും, ഒരു 3 വയസ്സായ കുട്ടി പോലും ലാപ്ടോപ്പും ഫോണും ഉപയോഗിക്കുന്ന എത്രയോ മനോഹരമായിട്ടാണ്. ഗൂഗിൾ നോക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മൗസിൽ കൈവച്ച് ലാപ്ടോപ്പിലേക്ക് നോക്കി ലോകത്തെയും ലോകത്തിലെ മാറ്റങ്ങളെയും കാണുന്ന അവസ്ഥ വന്നില്ലേ? നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. ലോകം ഇന്ന് നിങ്ങൾക്ക് വിരൽത്തുമ്പിലെത്തി നിൽക്കുന്നു. എന്താ വിരൽത്തുമ്പിൽ? നമ്മൾ മൗസ് വെച്ചിട്ട് തൊട്ടാൽ ആ ലാപ്ടോപ്പിലൂടെ നിങ്ങൾക്ക് ഏതും കാണാൻ കഴിയും. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എനിക്ക് അമേരിക്കയിലെ ഇന്നത്തെ അവസ്ഥ അറിയണം എന്നാണെങ്കിൽ ഞാൻ അതിലേക്ക് പോകണം. വലിയ വലിയ ഗ്രന്ഥകർത്താക്കളെ പഠിക്കാനാണെങ്കിൽ അതിന് കഴിയും. രാജ്യത്തിലെ വികസനത്തെ പറ്റി മനസ്സിലാക്കാനേ കഴിയും. അപ്പം ലോകത്തെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാകുന്ന രീതിയിലേക്ക് ടെക്നോളജി വളർന്നെങ്കിൽ നമുക്ക് ആ ടെക്നോളജി ഉപയോഗിക്കണ്ടേ? കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വികസന പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ, ടെക്നോളജിയുടെ മേഖലയിൽ, അവിടെയൊക്കെ ഇത് ആലോചിക്കണമെങ്കിൽ അത് നടപ്പിലാക്കേണ്ടത് ആരാ? അത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ്. ആ ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ലേ നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്താ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഭരണകൂടങ്ങളുടെ വ്യത്യാസം? ഇടതുപക്ഷ സംസ്കാരമുള്ള ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് പിണറായി വിജയൻ്റെ സർക്കാരാണ്. പണ്ട് നമ്മൾ കോൺഗ്രസ്സിലൊക്കെ വലിയ വലിയ പ്രതീക്ഷ അർപ്പിച്ചു. എന്തുകൊണ്ടാണ്?
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ, ഒരു ഇടതുപക്ഷ സംസ്കാരം സ്വീകരിച്ചിരുന്നു. മുതലാളിത്തത്തെ ചെറുത്തു നിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചു. റഷ്യയും ചൈനയുമായിട്ട് ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പഠിക്കുകയും ഇന്ത്യയുടെ കോടാനുകോടി ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്താ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത? മറ്റ് മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, അതിലെ 70% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗം, കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അവരെ സമുദ്ധരിച്ചു കൊണ്ടുപോകണമെന്ന് ഈ നാടിനെ നന്നാക്കണം. അതുകൊണ്ടല്ലേ ഗാന്ധിജി പറഞ്ഞ് നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോകാം, അല്ലേ? അക്രമം നമുക്ക് പാടില്ല. ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ സംസ്കാരം എവിടേക്ക് പോയി? അത് നമ്മൾ ആലോചിക്കണ്ടേ? ഇന്നലെ തിരുവനന്തപുരത്ത് ലജ്ജിപ്പിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. കുറെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും പറഞ്ഞയച്ച് വടിയും വാളും കൊടുത്ത് പോലീസുകാരെ കടന്നാക്രമിച്ച് ചോരയൊലിപ്പിക്കുന്ന ചിത്രം കാണിച്ച് ജനങ്ങളുടെ മൃദുല വികാരങ്ങളെ എക്കിളിപ്പെടുത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം എന്തിനു വേണ്ടിയാ? എന്ത് അപരാധമാണ് ചെയ്തത്? രാജ്യത്ത് പല വിപ്ലവവും നമ്മൾ കണ്ടിട്ടുണ്ട്, രാജ്യത്ത് പല സമരവും നടത്തണം. പക്ഷേ ആ സമരത്തെ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാവണം. ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളായിരിക്കണം. സമരത്തിന് വേണ്ടി സമരം നടത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ രാഷ്ട്രീയ സംസ്കാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണോ ശരി? ആ ശരിയിൽ നിന്നല്ലേ നമ്മൾ ചില കാര്യങ്ങൾ കാണേണ്ടത്? രാജ്യത്ത് എന്തേറെ വൃത്തികേടുകൾ നമ്മൾ കണ്ടു. രാഷ്ട്രീയത്തിലൊരു ഔചിത്യം വേണം. രാഷ്ട്രീയത്തിൻ്റെ നെറികേട് നമ്മൾ കണ്ടതല്ലേ? രാഷ്ട്രീയത്തിലെ നെറികേടിൻ്റെയും കുതികാൽവെട്ടിൻ്റെയും വഞ്ചനയുടെയും ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കാനും സഹകരിപ്പിക്കാനും കഴിയാത്തതിൻ്റെയും അനുഭവങ്ങൾ നമ്മൾ എത്ര കണ്ടു. ഇന്ന് ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങളെങ്ങനെയാണ് ഇവിടെ വന്നത്? 38 വർഷക്കാലം എൻ്റെ നേതാവ് ശ്രീ KM മാണി UDF-ന്റെ ശക്തി സ്രോതസ്സായി നിന്നയാളാ. ആ KM മാണി മരിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ നശിപ്പിച്ച് കോൺഗ്രസിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ലേ ഉണ്ടായത്? പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹം പകർന്നു തന്ന ഒരു ആശയമുണ്ട്, അദ്ദേഹം പറഞ്ഞു തന്ന ഒരു സംസ്കാരമുണ്ട്, അദ്ദേഹം പറഞ്ഞു തന്ന ഒരു പരിപാടിയുണ്ട്, അധ്വാനവർഗ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കുതികാൽ വെട്ടുന്നവരോടൊപ്പം, കൊല ചതി ചെയ്യുന്നവരോടൊപ്പം, രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരോടൊപ്പം ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറുന്നതാ. ആ രാഷ്ട്രീയ നെറികേട് ഞങ്ങളോടല്ല ആദ്യം തുടങ്ങിയത്. എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇതാദ്യം തുടങ്ങിയത്. അറിയാലോ? ആരാ മലപ്പുറം ജില്ല തന്നത്? സഖാവി എം ശങ്കരനപ്പുതിൽ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു. ആ സംഭവത്തെ നിങ്ങൾ വിലയിരുത്തിക്ക്. EMS-ന്റെ മുമ്പിൽ മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പോയി സംസാരിച്ചപ്പോ അത് ന്യായമാണെന്ന് ബോധ്യമായപ്പോൾ EMS ജില്ല അനുവദിച്ചു. അതല്ലേ സത്യം? അന്നുണ്ടായ സമരത്തെ പറ്റി നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. അന്ന് ആരാ നിരാഹാരം കിടന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അന്ന് ജനസംഘമായിരുന്നു. ആ ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി O രാജഗോപാൽ ആയിരുന്നു. ആ O രാജഗോപാൽ EMS മാപ്പിള സ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം കിടന്ന കാര്യം ഓർക്കണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും മുസ്ലിം ലീഗിലെ സാധാരണ പ്രവർത്തകരും. പക്ഷെ EMS ഇതൊന്നും കുലുങ്ങിയില്ല. എന്താ കുലുങ്ങാതിരുന്നത്? അവരുടെ ആവശ്യം ന്യായമാണ്. എന്തിനാ നമ്മൾ ഗ്രാമസഭകൾ ഉണ്ടാക്കിയത്? അധികാര വികേന്ദ്രീകരണമാ. ചെറിയ ചെറിയ ജില്ലകൾ, ചെറിയ ചെറിയ ഗ്രാമപഞ്ചായത്തുകൾ, ചെറിയ ചെറിയ താലൂക്കുകൾ, അവിടെയൊക്കെ അധികാര വികേന്ദ്രീകരണം നടത്തിയാൽ കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരും. അതാ
നമ്മുടെ സതീദേവി പറഞ്ഞത്, ഇവിടുത്തെ സ്ത്രീകളിൽ 7000-ത്തിലധികം സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ അധികാരവും കൂടി ഒരാളത്ത് കേന്ദ്രീകരിക്കാൻ പാടുണ്ടോ? അധികാര വികേന്ദ്രീകരണം രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണെന്ന കാഴ്ചപ്പാട് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാ. സാമ്പത്തിക രംഗത്തെ നിലപാടുകൾ കുത്തകൾക്കൊരു രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്നത് പാടില്ല. സമ്മിശ്ര സമ്പദ്ഘടന ഇവിടെ വേണം. പൊതുമേഖലയും സഹകരണ മേഖലയും സ്വകാര്യ മേഖലയെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും സേവനം വസ്തുതാപരമായി ലാഭേച്ഛ കൂടാതെ എല്ലാവർക്കും അനുഭവേദ്യമാകുമ്പോൾ മാത്രമേ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. അതായിരുന്നല്ലോ നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസ്. അത് പറഞ്ഞുകൊണ്ടല്ലേ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് ബില്ല് നിർത്തലാക്കിയത്, ബാങ്ക് ദേശസൽക്കരണം നടത്തിയത്. ഇന്നത്തെ കോൺഗ്രസ് അങ്ങനെ മെല്ലെ 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 RSSന്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. അല്ലേ? പറഞ്ഞു തരാൻ വെറുതെയല്ല പറഞ്ഞത്. നിഷേധിക്കട്ടെ കോൺഗ്രസിന്റെ ആളുകൾ വസ്തുതാപരമായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നെഹ്റു വലിയൊരു വിശ്വാസിയൊന്നുമായിരുന്നില്ല, പക്ഷേ വിശ്വാസികളുടെ എതിർപ്പുമില്ലായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ ആ നിലപാടാണ് സ്വീകരിച്ചത്. എല്ലാ വിഭാഗം ആളുകളും ആ നിലപാട് സ്വീകരിച്ചവരാ കോൺഗ്രസിൻ്റെ ആളുകൾ. ഞാൻ ഈയിടെ ഒരു പടം കണ്ടു, നിങ്ങളും കണ്ടു കാണും. കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി ത്രിവേണി സംഗമത്തിൽ കുളിച്ച് എണീക്കുന്നു. നല്ല കാര്യമാണ്. ത്രിവേണി സംഗമത്തിൽ പോയി അമാവാസിയുടെ സമയത്ത് കുളിച്ച് ഉയർത്തെഴുന്നേറ്റ പാപമൊക്കെ പോകുന്ന ഒരു വിശ്വാസം. ആവട്ടെ, അവർ ചെയ്ത പാപമൊക്കെ പോകട്ടെ, നമുക്കതിനകത്തൊന്നും ഒരു വിരോധമില്ല. വിശ്വാസമുള്ളവൻ അത് ചെയ്യട്ടെ, അല്ലാത്തവർ വിശ്വസിക്കണ്ട. പക്ഷേ മനുഷ്യത്വവും കരുണയും മാനവികതയും മനുഷ്യരുടെ മനസ്സിലുണ്ടാവണം. എന്താ കോൺഗ്രസിന് നേതൃത്വം കാണിച്ച മാനവികത? ഈ പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ നേതാവ് കുളിച്ച് നിൽക്കുന്ന പടം എല്ലാ പത്രങ്ങളിലും കൊടുത്തു. എന്ത് മെസ്സേജാ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ സംഘടന കൊടുക്കുന്നത് ഈ രാജ്യത്ത്? ഞാനൊരു ക്രിസ്ത്യാനി, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. വിശ്വാസമുള്ളവരൊക്കെ പള്ളിയിൽ പോകും, അല്ലേ? എല്ലാ നേതാക്കന്മാരും പോകാറല്ലേ? കാസിം ഇരിക്കൂറും പോകും, ഹൈദരലി ശിഹാബ് തങ്ങളും പോകും, PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോകും. പക്ഷെ ഞങ്ങളെല്ലാം അവിടെ പോയി നിസ്കരിക്കുന്നതിൻ്റെ പടം എടുത്തിടാറുണ്ടോ? ഞാൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പടം ഇടുകാറുണ്ടോ? അതെന്തിനാ അങ്ങനെ ഇടുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അപ്പൊ കോൺഗ്രസിൽ വന്ന മാറ്റമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ മാറ്റം എവിടെ തുടങ്ങിയാണെന്നറിയാമോ? 1922 സംഘപരിവാറുകൾ RSS സംഘടന ആരംഭിച്ചത് അവരൊരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആരംഭിച്ചത്. ആ ടാർഗറ്റിനെ തകർക്കാൻ മഹാത്മജി ശ്രമിച്ചതുകൊണ്ടാണ് മഹാത്മജിയെ നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ച് കൊന്നത്. പക്ഷെ അദ്ദേഹം പതറിയില്ല. നെഹ്റു ഇന്ദിര വരെയും തത്തിയൊത്തി അത് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ വന്നത്? മുതലാളിത്ത സംസ്കാരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. തുടങ്ങിയത് മോദിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നരസിംഹറാവുവിൻ്റെ കാലം മുതൽ ഇന്ത്യ മുതലാളിത്തത്തിലേക്ക് പോകാൻ തുടങ്ങി. മൻമോഹൻ സിംഗിന്റെ കാലമായപ്പോഴേക്കും അത് പൂർത്തിയായി. കോൺഗ്രസ് തുടങ്ങി വെച്ച സൗകര്യം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് കുത്തക മുതലാളിമാർക്ക് ഇന്ത്യയെ തീരെഴുതി കൊടുക്കൊണ്ടിരിക്കല്ലേ ഇന്ന് മോദി? എതിർക്കണ്ടേ? ആരുണ്ട് എതിർക്കാൻ? എതിർക്കാനുള്ള ഇന്ത്യയിലെ ഏക സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇന്ത്യയിലാകമാനം ഇങ്ങനെയുള്ള മുതലാളിത്ത സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഒരു പൗരബോധം ജനിപ്പിക്കണ്ടേ നമുക്ക്? ആ പൗരബോധമില്ലെങ്കിൽ ഈ നാട് വരെ നിർത്തും. ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3/2 ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പൗരത്വ ഭേദഗതി നിയമം NRC എന്തിനാ കൊണ്ടുവന്നത്? ആർക്കു വേണ്ടിയാ കൊണ്ടുവന്നത്? അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ അടക്കം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടാൽ അറിയാമല്ലോ, ചിലരെ ഒഴിവാക്കി.
ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചപ്പോൾ അരുത് എന്ന് പറയാൻ ആരുണ്ടായിരുന്നു? ആദ്യമായി അരുത് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത് മനസ്സിലാക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റെവിടെ നിന്നോ ആ വിവേചനമുണ്ടായാൽ, ഭീഷണി ഉണ്ടായാൽ അരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന സംസ്കാരം നിലനിർത്താനാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഏകോദര സഹോദരങ്ങളോടെ കണ്ടുകൊണ്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടുവരാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതാണ് ഇടതുപക്ഷ സംസ്കാരം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ UDF അവസ്ഥ എന്താ? 5 വർഷം പിണറായി ഭരിച്ചു. പിണറായിയുടെ അപ്പീൽ നിങ്ങളുടെ മുമ്പിലുണ്ട്. എനിക്കൊരു തുടർ ഭരണം തരണം. ഞങ്ങൾ പരിശോധിച്ചു, പിണറായിയുടെ ഭരണം ശരിയാണോ തെറ്റാണോയോ, രാജ്യത്തിന് ഉപകാരപ്രദമായതാണോ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണകൂടത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം ജനങ്ങൾക്ക് നൽകുന്ന ഒരു വിഭാഗത്തെ എതിർക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോകുന്നത്. അവരെ ഞങ്ങളെ പുറത്താക്കിയതാ. ഞങ്ങൾ ആരോടും വഞ്ചന കാണിക്കുന്നവരല്ല. ഞങ്ങൾക്ക് ആണത്വമുണ്ട്, നട്ടലുണ്ട്, തൻ്റെ ഇടമുണ്ട്. എവിടെയാണെങ്കിലും 100% ആത്മാർത്ഥത കാണിക്കും. ആ ആത്മാർത്ഥത 1980 മുതൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ നേതാവ് ശ്രീ KM മാണി 1980 സഖാവ് നായനാരുടെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് കർഷക തൊഴിലാളിക്ക് പെൻഷൻ. അതെന്താ? പാവപ്പെട്ടവരോടുള്ള കരുണ. അതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ബാധ്യത. നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയുടെയോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയോ മെച്ചമായിരുന്നില്ല UDF മെച്ചം. KM മാണി കൊണ്ടുവന്ന കാരുണ്യ ബെനവലൻ ഫണ്ട് മാത്രം ഉപയോഗിച്ച് ജനഹൃദയങ്ങളിലേക്ക് UDF പ്രതിഷ്ഠിച്ച KM മാണിയെയും ആ പാർട്ടിയെയും ചവിട്ടി പുറത്താക്കിയ കശ്മലന്മാരല്ലേ ഇവര്? ഇവർ കാണിക്കുന്ന രാഷ്ട്രീയ നെറികേട് എത്ര ഭയങ്കരമാ! ആ രാഷ്ട്രീയ നെറികേടല്ലേ ഈ കഴിഞ്ഞ ദിവസം പാലായിൽ കാണിച്ചത്? എല്ലാ ഇടതുപക്ഷ സംവിധാനവും ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി നേരിട്ട് വന്ന് പാലായിൽ ക്യാമ്പ് ചെയ്ത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച NCPയുടെ കാപ്പനെ വിജയിപ്പിച്ചു അല്ലേ? അല്ലാതെ NCPയുടെ ശക്തി കൊണ്ടൊന്നും അല്ലല്ലോ. കാപ്പൻ ഒരു 2300 വോട്ടിൽ ജയിച്ചു. ഞങ്ങളുടെ മാണി സാറ് തുടങ്ങിയപ്പോൾ 65 മുതൽ മരണം വരെ MLA ആയത് അവിടുന്ന്. അവിടെ സർവ്വ കോൺഗ്രസ്സുകാരനും ഞങ്ങൾക്കെതിരായിരുന്നു. ഞങ്ങൾക്കറിയാം. നിസാര കാര്യങ്ങൾക്കൊരു മുന്നണി തകർക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. അതിനെ നേരിടാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയും പ്രായോഗിക ബുദ്ധിയും മാണി സാറിനും ഞങ്ങളുടെ പാർട്ടിക്കും ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളതെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾക്കറിയാമായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു വോട്ടും അവിടെ കിട്ടുന്നില്ലെന്ന്. നിന്റെ വോട്ടില്ലെങ്കിലും ജയിക്കാമെന്ന് കാണിച്ചു കൊടുത്തു 10 പ്രാവശ്യം. മാണി സാറ് മരിച്ചപ്പോൾ ഒരിക്കലെങ്കിലും തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് കഴിയാതിരുന്നൊരു കാര്യം എന്നാൽ പിന്നെ ഇപ്പോഴെങ്കിലും പ്രയോഗിക്കാമെന്ന് കരുതി ഇടതുപക്ഷ മുന്നണിയും കൂടി ആയപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ശത്രുക്കൾ എല്ലാവരും കൂടി ഞങ്ങളെ ഒന്ന് തോൽപ്പിച്ചു. എന്തൊരു കോലാഹലമായിരുന്നു! ഇടതുപക്ഷ മുന്നണി വിജയിപ്പിച്ചുകൊണ്ടല്ലേ കാപ്പൻ ജയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ആ കാപ്പനെ അങ്ങോട്ട് പിടിച്ചെടുത്തിരിക്കുക. ഇതാ NCPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇപ്പം പ്രസംഗിച്ചത് രാമേന്ദ്രൻ മാഷ്. ഒരു വലിയ വൃക്ഷത്തിൽ നിന്നും ഒരു ഇല പിഴിഞ്ഞു പോയാൽ വൃക്ഷത്തിന് എന്തെങ്കിലും കേടുപറ്റുമോ? ഇടതുപക്ഷ മുന്നണിയിലെ ഈ വലിയ വൃക്ഷം അതിൻ്റെ ഒരു ഇല പൊഴിഞ്ഞു പോയ ബുദ്ധിമുട്ട് പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാണിച്ചു തരാം പാലായിൽ എന്താ സംഭവിക്കുന്നത്. ഇതാ ഇടതുപക്ഷ മുന്നണിയുടെ യോഗം അവിടെ നടന്നു. അവിടെ സ്വീകരണമുണ്ടായിരുന്നു. CPIയുടെ നേതാവ് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള യോഗം. അവിടെ 100 ബൈക്കുമായിട്ട് കാപ്പനൊരു പ്രകടനം നടത്തി കോൺഗ്രസിലേക്ക് പോയി. എന്താ വിചാരിച്ചത്? അവിടെ ഞങ്ങൾ 1000 ബൈക്ക് കൊണ്ടായിരുന്ന പ്രകടനം നടത്തിയത്. അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണിക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. ഞങ്ങൾ കാണിച്ചില്ലേ? ഇടതുപക്ഷ മുന്നണി കാണിച്ചില്ലേ? ഇടതുപക്ഷ മുന്നണിയും
UDF-ലായിരുന്ന കേരള കോൺഗ്രസും LJDയും ഇങ്ങോട്ട് വന്നതോടുകൂടി വന്ന മാറ്റം എന്താ? എന്തെല്ലാം നുണപ്രചരണങ്ങളുടെയും അപവാദ പ്രചരണങ്ങളെയും പെരുമഴക്കാലം സൃഷ്ടിച്ചില്ലേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ്? നമ്മളിൽ പലരും പോലും ഭയപ്പെട്ടു പോയി, ദൈവം എന്നാ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ പ്രബുദ്ധരായ കേരള ജനത, ഇവിടെ കൂടിയിരിക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളടക്കം ഈ ഗവൺമെന്റിൽ നിന്നും നേടിയെടുത്തിയ ആനുകൂല്യങ്ങൾ അടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്ന ആ മുന്നണി നമുക്ക് ഭൂരിപക്ഷം തന്നില്ലേ? ആ ഭൂരിപക്ഷം തന്നതിന്റെ അടിസ്ഥാനം എന്താ? ആ ഭൂരിപക്ഷം തന്നത് ഈ അടുത്ത കാലത്താണ്. എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, ഇതിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമുക്കാവശ്യം ഒരു ചരിത്രം തിരുത്തി കുറിക്കണം, അതൊരു വലിയ മഹാസംഭവമാക്കണം. എന്താ ചരിത്രം? ചരിത്രം ഇന്നുവരെ ഒരു തുടർ ഭരണം ഉണ്ടായിട്ടില്ല. നമുക്ക് ആ തുടർ ഭരണം ഉണ്ടാക്കണം. ആ തുടർ ഭരണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ത്രിതല പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടിയല്ലോ എന്ന് കരുതിയിരിക്കരുത്. നിങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങൾ ഉൾക്കൊണ്ട്, ഇവിടെ നേതാക്കൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കി, ഗ്രാമങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സമൂഹങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ഇതെത്തിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ തുടർ ഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിതരെ, നമ്മുടെ ജാഥ ക്യാപ്റ്റൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയ ജനക്കൂട്ടമാണ്. ആ വലിയ ജനക്കൂട്ടം നൽകുന്ന സന്ദേശം എന്താ? ഞങ്ങൾ ഉപ്പളയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പരിപാടി മാത്രമായിരുന്നു. ഈ തുരൂരിലെത്തിയപ്പോൾ ഇതൊരു വലിയ ബഹുജന പ്രവാഹമായി, ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുന്നു. ആ ജനകീയ മുന്നേറ്റത്തിന്റെ കുറ്റഴക്കിൽ, മനുഷ്യ മഹാസമുദ്രത്തിന്റെ കുറ്റഴക്കിൽ ഇവിടുത്തെ UDF ഒലിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ ആത്മധൈര്യത്തോടുകൂടി ഇടതുപക്ഷ മുന്നണിയുടെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായി നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അഭിവാദ്യം നൽകുന്നതുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.